ഒന്ന് രണ്ടും പക്ഷികളൊന്നുമല്ല, ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള സൈറ്റ് തന്നെയായിരുന്നു ഇവിടെ. ഈ ലേക്കിന് ചുറ്റും ഒരുപാട് പക്ഷികളുണ്ടായിരുന്നു. ഇതുപോലെ ഈ പക്ഷികൾ ഒരുപാട് ഇരിക്കുന്ന പല തരത്തിലുള്ള ട്രക്കിങ്ങുകളുണ്ട് ഇവിടെ. അതിൻ്റെ ഡീറ്റെയിൽസ് ഈ ബോർഡിൽ കാണാം. 2 കിലോമീറ്റർ, 3 കിലോമീറ്റർ, 6 കിലോമീറ്റർ മുതൽ 8 കിലോമീറ്റർ വരെയുണ്ട്. ആ ഡീറ്റെയിൽസ് എല്ലാം ആ നമ്പറിൽ വിളിച്ചാൽ അറിയാം. ഈ കുട്ടവഞ്ചി സഫാരി തുടങ്ങിയത് കഴിഞ്ഞ വർഷം, അതായത് 2024 നവംബറിൽ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. പുല്ലാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാട്ടിലൊക്കെ കയറി ഇന്ത്യയുടെ ഫോറസ്റ്റ് വഴി നമ്മുടെ കയ്യിൽ വെള്ളമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്താ വെട്ടി കട്ട് ചെയ്ത് അതിൽ വെള്ളം വരും. അപ്പം കട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ താഴെ കട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് മുകളിൽ കട്ട് ചെയ്താൽ പെട്ടെന്ന് വെള്ളം നമുക്ക് വെള്ളം കിട്ടും. വള്ളിന്ന് പുല്ലാനി വള്ളി എന്ന് പറയും. ഇതൊക്കെ അടിപൊളി ഒരു വ്യൂ ആണ്. പുതിയതായിട്ട് തുടങ്ങിയ കൊട്ടവഞ്ചിയാണ്. 4 പേർക്ക് 400 രൂപ. കിലോമീറ്ററോളം അങ്ങോട്ട് നീണ്ടു കിടക്കണം നമ്മൾ ഡാം, ബീച്ച് ഡാം. ഇത് കഴിഞ്ഞ മാസം 12-ാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞു തുടങ്ങി. ഇതൊക്കെ ആന വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന സ്പോട്ടുകളാണ് അതൊക്കെ. പീച്ചി എന്ന് പറയുന്ന ഒരു ഏരിയൽ വ്യൂ എന്ന് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. റിസർവോയറിന്റെ ഉള്ളിലൊരു നല്ല ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫോൾ ഉണ്ട്. മാമ്പാറ വാട്ടർഫോൾ എന്നാണ് പറയാ. അത് പേപ്പറിലൊക്കെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. പേപ്പറൊക്കെ വായിക്കണവരുണ്ടെങ്കിൽ ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ കുറിച്ച് ഫീച്ചേഴ്സ് വരും. കണ്ടിട്ടുണ്ട് ഒരു തവളനെ. ഈ ഒരു തവളയ്ക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി മാവേലിയിലെ പോലെയാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഭൂമിക്ക് മുകളിലേക്ക് കയറില്ല. ഇത് ബർവോയിങ് ഫ്രോഗ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ്. അതായത് ഭൂമിക്ക് അടിയിൽ ജീവിക്കുന്നവരാണ്. മണ്ണിരകളതിന് മറ്റൊക്കെ ഭക്ഷിച്ചിട്ട് ഭൂമിക്ക് അടിയിലാണ് ജീവിക്കുക. ഇവര് വർഷത്തില് ഒരു പ്രാവശ്യം മാത്രമാണ് മുകളിലോട്ട് വരുള്ളൂ, മാവേലി വരുന്ന പോലെ. അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോകും. എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇണ ചേർന്ന് പ്രത്യുൽപാദനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവര് ഭൂമിയുടെ മുകളിലോട്ട് വരുന്നത്. പീച്ചി ഡാമിലെ കിടിലൻ കാഴ്ചകളാണ് കേട്ടോ ഈ എപ്പിസോഡിൽ. പാലക്കാടൻ നെൽവയലൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പീച്ചിയിലേക്ക് പോകുന്ന വഴി നമ്മൾ 2 ഡാമും കൂടി കവർ ചെയ്യുന്നുണ്ട്. പത്താഴക്കുണ്ട് ഡാമും അതുപോലെ തന്നെ പൂമല ഡാമും. ഇതാണ് പത്താഴക്കുണ്ട് ഡാം. ചെറിയൊരു ഗാർഡനെല്ലാം ഉണ്ട് ഇവിടെ. പൂമല ഡാമിനെ തൊട്ട് ചാടിയിട്ടാണ്. ഇവിടെ നല്ല ഭംഗിയാണ് ഇരിക്കാൻ. കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കളിക്കാനൊക്കെ പറ്റിയ ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഡാമിൻ്റെ സൈഡിലൂടെ തന്നെ നമുക്ക് 1-2 കിലോമീറ്ററോളം ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഡ്രൈവാണ്. ഈ ഡാമിൽ ഒരുപാട് ബേർഡ്സ് ഉണ്ട്. ഇതാണ് അങ്ങോട്ടുള്ള എൻട്രി. ഇതിൽ കൂടി ചെന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണ്. ഈ ഡാമിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ കിട്ടും ഇവിടെ. ഡാമിൻ്റെ സൈഡിൽ കുറേ ബേർഡ്സ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ എരണ്ട എന്നാണ് അതിന് പൊതുവെ പറയുക. 1-2 പക്ഷികളൊന്നുമല്ല, ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള സൈറ്റ് തന്നെയായിരുന്നു ഇവിടെ. ഈ ലേക്കിന് ചുറ്റും ഒരുപാട് പക്ഷികളുണ്ടായിരുന്നു. ഇതുപോലെ ഈ പക്ഷികൾ ഒരുപാട് ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. പൂമല ഡാമിൽ നിന്ന് ഞങ്ങൾ പീച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഒരു മയിലിനൊക്കെ കാണാൻ പറ്റി. പീച്ചി ഡാം എത്തുന്നതിന് ജസ്റ്റ് മുന്നേ ഒരു ചെറിയൊരു ഫോറസ്റ്റ് റൂട്ടുണ്ട്. ഇവിടെയാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരള വനം ഗവേഷണ കേന്ദ്രം. അതിൻ്റെ മുന്നിൽ കൂടി നമ്മൾ പോകുന്നത്. ഇതാണത്, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണത്. അത് കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. അങ്ങനെ ക്യാമ്പിംഗ് സൈറ്റിലെത്തി. ഇതാണ് പീച്ചി വഴാനി വൈൽഡ് ലൈഫ് ഡിവിഷൻ്റെ ഓഫീസ്. ഇവിടെയാണ് നമ്മുടെ സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് റൂമല്ല, ഡോർമെട്രിയാണ്. പക്ഷെ നല്ല വൃത്തിയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള സെറ്റപ്പാണ്. ഇതാണ് അവിടുത്തെ ക്യാമ്പ് ഇൻചാർജ് ഓഫീസറാണ്. അവരെ നമ്മൾ ഈ ക്യാമ്പിനെ കുറിച്ച് ചെറുതായിട്ടൊന്നും ബ്രീഫ് ചെയ്ത് തന്നു. ഇവിടെ രാത്രി ഒരു ഡോക്യുമെൻ്ററി പ്രദർശനം അതുപോലെ തന്നെ പ്രകൃതി പഠന ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പുറകെ പറയാം. ഇതാണ് ഞങ്ങളെ ക്യാമ്പിലെ അംഗങ്ങൾ. ഞങ്ങൾ രാവിലെ എണീച്ചിട്ട് ട്രക്കിങ്ങിന് പോവാണ്. ആ ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ്. ഇതാണ് പീച്ചി ഡാമിൻ്റെ അടിഭാഗത്തുള്ള വ്യൂ. ഇവിടെ നിന്നാണ് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പല തരത്തിലുള്ള ട്രക്കിങ്ങുകളുണ്ട് ഇവിടെ. അതിൻ്റെ ഡീറ്റെയിൽസ് ഈ ബോർഡിൽ കാണാം. 2 കിലോമീറ്റർ, 3 കിലോമീറ്റർ, 6 കിലോമീറ്റർ മുതൽ 8 കിലോമീറ്റർ വരെയുണ്ട്. ആ ഡീറ്റെയിൽസ് എല്ലാം ആ നമ്പറിൽ വിളിച്ചാൽ അറിയാം. ഈ കുട്ടവഞ്ചി സഫാരി തുടങ്ങിയത് കഴിഞ്ഞ വർഷം, അതായത് 2024 നവംബറിൽ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾ സഫാരി തുടങ്ങുകയാണ്. ഇവിടെ ആനയെല്ലാം ചവിട്ടി മെതിച്ചതിൻ്റെ സീനുകൾ ഇവിടെ കാണാം നിങ്ങൾക്ക്. നല്ലൊരു മലയെണ്ണേൻ്റെ കാഴ്ചയോടുകൂടിയായിരുന്നു ട്രെക്കിങ് തുടങ്ങിയിരുന്നത്. ഇത് പീച്ചി ഡാമിൻ്റെ തന്നെ കച്ച്മെൻ്റ് ഏരിയ ആയിരിക്കും അല്ലേ? ഡാമിൻ്റെ തന്നെ കാച്ച്മെൻ്റ് ഏരിയൻ്റെ വേറൊരു വശമാണിത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമുക്ക് ഈ ഫോറസ്റ്റ് ഓഫീസർമാർ നമ്മളെ കൂടെ ഉണ്ട്. അവരോട് നമുക്ക് ഈ കാടിനെ കുറിച്ച് ചോദിക്കാം. ഇതാണോ പുല്ലാനി? ഇതിൽ പുല്ലാനി വള്ളിയുണ്ട്. പുല്ലാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാട്ടിലൊക്കെ കയറി ഇന്ത്യയുടെ ഫോറസ്റ്റ് വഴി നമ്മുടെ കയ്യിൽ വെള്ളമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെട്ടി കട്ട് ചെയ്ത് അതിൽ നിന്ന് വെള്ളം വരും. അപ്പം കട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ
താഴെ കട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് മുകളിൽ കട്ട് ചെയ്താൽ പെട്ടെന്ന് വെള്ളം നമുക്ക് വെള്ളം കിട്ടും. വള്ളിന്ന് പുല്ലാനി വള്ളി എന്ന് പറയും. ഇത് നമ്മളെ ഈ വേനൽക്കാലത്ത് ഈ കാട് മറ്റേ ചില സമയങ്ങൾ ഒന്നായിട്ട് ഒരു ഡ്രൈ ഇതിലേക്ക് മാറും. നമ്മൾ ചിമ്മിനി കാടൊക്കെ ചില ഏരിയ വേനൽക്കാലത്ത് ഇത് എവർഗ്രീൻ അല്ല. ഇത് ഈ ഭാഗം നമ്മൾ സെമി എവർഗ്രീൻ എന്ന് പറയണ അത്രേ ഉള്ളൂ. കുറച്ചുകൂടി നമുക്ക് ഉള്ളിലേക്ക് കോർ ഏരിയസിലേക്ക് നമുക്ക് എവർഗ്രീൻ ഉണ്ട്. അവിടെയൊക്കെയാണ് അട്ട അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളത്. ഇല പൊഴിക്കുന്ന കാടുകൾ അതുണ്ട്. ഈ ഭാഗം ഇല പൊഴിക്കുന്ന കാടുകൾ തന്നെയാണ് കുറച്ചൊക്കെ. എന്നാ ഫുള്ളായിട്ട് ഇല്ലതാനും ഡ്രൈ ഡെസിഡ്യൂസ് ആകുമ്പോൾ അങ്ങനെയുള്ള മരങ്ങൾ, അതായത് ഇരുള്, മരുത് അങ്ങനെയുള്ളതാകുമ്പോ ഫുള്ള് ഇല പൊഴിക്കൂലോ. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തിപ്പല്ലി എന്ന് പറയണ തിപ്പല്ലി ആസ്മയ്ക്ക് ഉപയോഗിക്കുന്ന ഇത് ഈ കുരുമുളകിന്റെ ഇതുപോലെ കാണുന്നില്ലേ? ഇതൊക്കെ താഴെ കണ്ടത് തിപ്പല്ലി ഇതൊക്കെ തിപ്പല്ലി എന്ന് പറയും. തിപ്പല്ലിയാണ്. ആസ്മയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത്. അത് തന്നെ. അതിന്റെ കായ ചിലപ്പോ എവിടെയെങ്കിലും ഉണ്ടാക്കി നിൽക്കണം. അത് പൊട്ടിച്ച് നാട്ടിൽ വെച്ച് ഒരു തരിപ്പ്. അത് അതിന് ചെറിയ പ്രായം വണ്ണം വെക്കുന്നത്. ഇതാണ് വള്ളിയായിട്ട് ഇനി വണ്ണം വെച്ച് അങ്ങനെ വരും. എന്ന് പറയുന്നത് എടംപിരി വലംപിരി. ഇതും നമ്മുടെ ആയുർവേദ കടകളിലൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരു തിരി പോലെ ഉള്ളത്. അത് അതിൽ കായുണ്ട്. അതിൽ നോക്കി ആ കായല് രണ്ട് ടൈപ്പും ഉണ്ടാവില്ലേ? ലെഫ്റ്റും ഉണ്ടാവും റൈറ്റും ഉണ്ടാവും. ഒന്ന് പൊട്ടിച്ച് അറിയാൻ പറ്റും. അതില് എടംപിരി വലംപിരി എന്ന് പറയും. ചില കായകള് വലത്തോട്ടായിരിക്കും അതിന്റെ പിരിവ്, ചില കായകള് ഇടത്തോട്ടായിരിക്കും. നോക്കിയേ പിരിവ് ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നിൽക്കണം. അതിന് അതിൽ വേറെ ഇല്ല. അത് ഒരെണ്ണത്തിൽ തന്നെ രണ്ടും ടൈപ്പും ഉണ്ടാവും. കാട് എന്ന് പറഞ്ഞാൽ കടുവയും പുലിയും മാത്രമല്ല കേട്ടോ, ഇതുപോലെയുള്ള ജൈവ വൈവിധ്യങ്ങൾ കൂടി ചേർന്നാണ് കാട്. ഈ ഭാഗത്തല്ലേ ആന ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളെ കണ്ടപ്പോൾ ഉള്ളിലേക്ക് പോയി. കുട്ടികളുള്ള ഒരു ആനക്കൂട്ടായിരുന്നു അത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞ് ഫോറസ്റ്റിൻ്റെ ആളുകൾ ഞങ്ങളെ അവിടെ നിന്ന് മാറ്റി. അപ്പോൾ ഞങ്ങൾ ട്രെക്കിങ് കണ്ടിന്യൂ ചെയ്യാണ്. നേരെ പോകുന്നത് ഈ പീച്ചി ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിലേക്കാണ്. അവിടെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഇതൊക്കെ അടിപൊളി ഒരു വ്യൂ ആണ്. ബഫർ സോണിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇത് ബഫർ സോൺ. അത് ആ ഭാഗമൊക്കെയാണ് നമുക്ക് കോർ ഏരിയ വരുന്നത്. അവിടെ ഒരു നല്ലൊരു വാട്ടർഫോൾ ഉണ്ട്, മാമ്പാറ മാമ്പാറ ബീച്ചിലെ ഒരു ഫേമസ് വാട്ടർഫോളാണ് മാമ്പാറ എന്ന് പറയുന്നത്. കോർ ഏരിയ അത് നമുക്ക് ടൂറിസം കൊടുക്കുന്നില്ല. ഞാൻ കണ്ടു, വീഡിയോയിൽ കണ്ടു ഇന്നലെ പ്രസന്റേഷനിൽ കാണിച്ചല്ലോ മാമ്പാറ. അതെ. ഞങ്ങൾ അവിടുന്ന് പിന്നെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. ടീം സഫാരിയുടെ ജേഴ്സി ഇട്ടവരാണിത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ബോട്ടിങ്ങിലേക്കാണ് പോയത്. കൊട്ടവഞ്ചി സഫാരി. ആ കൊട്ട അങ്ങോട്ട് പോയിട്ടോ. പുതിയതായിട്ട് തുടങ്ങിയ കൊട്ടവഞ്ചിയാണ്. 4 പേർക്ക് 400 രൂപ, പിന്നെ പ്ലസ് എൻട്രി ഫീ. 20 മിനിറ്റ് ഇതിൽ കൂടെ കറക്കും. അതാണ് പീച്ചി ഡാമിൻ്റെ വ്യൂ. അവിടേക്ക് നമ്മളിത് കഴിഞ്ഞതിന് ശേഷം പോകും. അപ്പോൾ നമ്മൾ കറക്കാൻ പോവാണ്. എല്ലാ കൊട്ടവഞ്ചിയിലുള്ള ക്ലീശ സാധനം. മതി ഒന്നും പോരാ. ഇവിടെ നിന്നാണ് തൃശ്ശൂർ
ടൗണിലേക്കുള്ള മൊത്തം വെള്ളം ഇവിടെ നിന്നാണ് പമ്പ് ചെയ്യുന്നത്. ഇവിടെയുള്ള പമ്പും അതുപോലെ തന്നെ പൈപ്പ് ലൈനൊക്കെ ഉണ്ട് ഈ ഏരിയ ഉണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ മോട്ടോർ ബോട്ട് ഇപ്പോൾ അലൗഡ് ആക്കിയിട്ടില്ല, ഈ ഓയിൽ സ്പില്ലൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെയുള്ള കൊട്ടവഞ്ചി മാത്രമേ ഉള്ളത്. ഈ വെള്ളമാണ് നല്ല കുടിവെള്ളം, പ്യൂർ വെള്ളമാണെന്നാണ് നമ്മളെ ബോട്ടിൻ്റെ ഗൈഡ് പറയുന്നത്. ഇത് നമ്മുടെ മണിയങ്കണർ, ആനവാരി ഉള്ളവര ആ ഭാഗത്തേക്കൊക്കെ നമ്മൾ ഈ ഡാം അവിടെ നീണ്ടു കിടക്കുന്നുണ്ട്. കിലോമീറ്ററോളം അങ്ങോട്ട് നീണ്ടു കിടക്കണം നമ്മുടെ ഡാം, ബീച്ച് ഡാം. ഫിഷറീസുകാർക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ കട്ട്ള, റോഹു, മുണ്ടത്തി, കരിമീൻ, പിലോപ്പി, ഒട്ടുമിക്ക എല്ലാ മീനുകളും ഉണ്ട് ഇവിടെ. പിന്നെ ആന, കാട്ടുപോത്ത്, മാന്, പന്നിയുള്ള ഇവിടെയുള്ളൊക്കെ ഇറങ്ങും. ഇത് കഴിഞ്ഞ മാസം 12-ാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞത്തോടെ. ഇവിടെയൊക്കെ ഇതൊക്കെ ആന വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന സ്പോട്ടുകളാണ് അതൊക്കെ. എൻ്റെ പേര് സുരേന്ദ്രൻ. ഇവിടെ വരുന്നവർ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, അത് വെറുതെ ആവില്ല. ഡാമിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇതാണ് ഡാമിൻ്റെ മുകൾ ഭാഗം. ഇതാണ് ഞാൻ നേരത്തെ ബോട്ടിങ് പോയപ്പോൾ കാണിച്ച പൈപ്പ്. തൃശ്ശൂർ ജില്ലയ്ക്ക് മൊത്തം കുടിവെള്ളം പോകുന്ന സ്ഥലം. പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് നല്ല ഗാർഡൻ സെറ്റപ്പൊക്കെ ഉണ്ട്. ഇതിന് ഷട്ടറുകളാണ് അടച്ചിട്ടൊക്കെയാണ്, നല്ല വെള്ളം ഉണ്ടാകുമ്പോൾ തുറന്നുവിടും. ഡാമും ഡാമിൻ്റെ അടിയിലുള്ള ഗാർഡൻ എല്ലാം കണ്ട് ഞങ്ങൾ നേരെ ക്യാമ്പ് സൈറ്റിലേക്ക് പോയി. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡോക്യുമെൻ്ററി പ്രദർശനം, ഒരു അടിപൊളി വൈൽഡ് ലൈഫ് ക്ലാസ് ഉണ്ടായിരുന്നു അവിടെ. ആ ക്ലാസ്സിലേക്കൊന്ന് കേൾക്കാം. ഇതിൽ കാട്ടാനകളെ കുറിച്ചൊരു സെഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പീച്ചി എന്ന് പറയുന്ന ഒരു ഏരിയൽ വ്യൂ എന്ന് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. റിസർവോയർക്കുള്ളിൽ കിടക്കുന്ന ചെറിയ തുരുത്തുകളും അതിനോട് കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുന്ന വലിയ ഒരു വനപ്രദേശമാണ് പീച്ചി വാഴാനി വന്യജീവി സങ്കേതം. ഈ കാനോപ്പിയുടെ കളർ കണ്ടറിയാം, ഇത് ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ്, ഇലപൊഴിയും വനങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് ഇവിടെ കാണാനായിട്ട് കഴിയുക. ഇനി ഇതിന്റെ ഉള്ളിലൊരു നല്ല ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫോൾ ഉണ്ട്, മാമ്പാറ വാട്ടർഫോൾ എന്നാണ് പറയാം. അത് കൂർ ഏരിയയിലാണ്, അവിടേക്ക് ടൂറിസം പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ അവിടേക്ക് ടൂറിസം ആക്ടിവിറ്റീസ് ആയിട്ടൊന്നും പോകാനായിട്ട് പറ്റില്ല. മാമ്പാറ വെള്ളച്ചാട്ടം എന്ന് പറയും, മാമ്പാറത്തോട്ടിൽ കാണുന്നതാണ്. ബീച്ചിലെ ഉള്ളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂർ ഏരിയയിൽ കാണുന്ന ഒരു വാട്ടർഫോളാണ്. നാളത്തെ ട്രക്കിംഗ് ഇതില്ല, ഞങ്ങൾ പോയി എന്ന് തിരിച്ചെത്തില്ല. അപ്പൊ പീച്ചി വാഴാനി വന്യജീവി സങ്കേതത്തിന് അതൊരു ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് ഉണ്ടായിരുന്നില്ല. നമ്മളൊരു ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് അതിന് വേണ്ടി കൊടുത്തു. നമ്മൾ വലിയ കടുവേനെയും ആനേനെയും ഒന്നല്ല സെലക്ട് ചെയ്ത്, ഒരു ചെറിയൊരു തവളേനെയാണ്. അതിന്റെ ഒരു ലോഗോ ആണ്. ഈ ലോഗോയും ഈ അടുത്താണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അഭിലാഷ് ചാക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഡിസൈനറാണ്. ഖത്തർ വേൾഡ് കപ്പിൽ ഈ സോവിനിയേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അഭിലാഷ് ചാക്കോ. അദ്ദേഹമാണ് ഇത് ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തിനെ അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതൊരു സർവീസ് പോലെ, ഈ കാർഡുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പോലെയൊക്കെ ഇങ്ങനെ കാട് കയറി നടക്കുന്ന ഒരാളാണ്. ആ ഒരു ബന്ധത്തിന്റെ പുറത്ത് ചെയ്തതാണ്. അപ്പൊ ഇതാണ് ഡിസൈൻ, ഇതാണ് തവള. ഈ ഒരു തവളനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പേപ്പറിലൊക്കെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. പേപ്പറൊക്കെ വായിക്കണവരുണ്ടെങ്കിൽ ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ കുറിച്ച് ഫീച്ചേഴ്സ് വരും. കണ്ടിട്ടുണ്ടോ ഈ ഒരു തവളനെ? എന്താണ് ഈ തവള? യെസ് 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 എന്തപ്പോ ഒരു തവളരെ ഫോട്ടോ വെച്ചിട്ട് ഇത്ര വലിയ കാര്യം പറയാനാണോ എല്ലാരും ഉദ്ദേശിക്കുന്നത്? ആ മാറ്റം തന്നെയാണ് അതിന്റെ പ്രത്യേകത. അതൊരു ഫോസിൽ സ്പീഷീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫോസിൽ സ്പീഷീസ് എന്ന് വെച്ചാൽ ഫോസിലിനെ വെച്ചാൽ അറിയാലോ. ഫോസിൽ സ്പീഷീസ് ആയിട്ട് പറയാനായിട്ടുള്ള കാരണം 120 മില്യൺ ഇയേഴ്സ് ആയിട്ട് ഈ ഒരു തവള ഈ ഒരു രൂപത്തിലുണ്ട്. മനുഷ്യന്മാർ ഈ ഒരു രൂപത്തിലേക്ക് വന്നിട്ട് അത്ര പഴക്കമില്ല. ഈ ഒരു തവള ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2002 ഡിസ്ക്രൈബ് ചെയ്യുന്നത് സയന്റിഫിക്കലി. ഇതിനെ മുന്നേ ആദിവാസികൾക്കൊക്കെ ഈ തവളനെ അറിയാം. അവര് തന്നെ കുറത്തി എന്നൊക്കെ പേരിട്ട് പല പേരിലും വിളിക്കാറുണ്ട്. ആസ്മയ്ക്ക് രോഗമുള്ളവർ ഇതിനൊക്കെ പിടിച്ച് തിന്നാറുമുണ്ട്. അപ്പൊ ഇതിനെ പണ്ടോട്ടെ ആൾക്കാർക്ക് അറിയാം. പക്ഷേ ശാസ്ത്രീയമായിട്ട് ഈ ഒരു സാധനത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് 2000-ന് ശേഷമാണ്. 2002 SD ബിജു ബൊസ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള 2 ശാസ്ത്രജ്ഞന്മാരാണ് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ ഇത് പബ്ലിഷ് ചെയ്ത് വന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഇമ്പാക്റ്റ് ഉള്ള ശാസ്ത്ര പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന നേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജേണലിലാണ്. സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം നേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ജേണലിനെ കുറിച്ചിട്ട്. കാരണം നോബൽ സമ്മാനം പോലെയുള്ള സമ്മാനങ്ങൾക്ക് സെലക്ട് ചെയ്യുന്നത് നേച്ചർ പോലെയുള്ള ജേണലാണ്. ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. അതായത് നമ്മളൊരു ജീവിനെ കണ്ടെത്തുമ്പോൾ അതിന്റെ പൂർവികർ ആരാന്നുള്ളത് കണ്ടെത്തണം. അതിന്റെ അച്ഛനും അമ്മയല്ല ഉദ്ദേശിക്കുന്നത്, അത് ഏത് ജീവിയിൽ നിന്നാണ് തരംതിരിഞ്ഞു വന്നിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ ഈ ഒരു തവളയ്ക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
പുള്ളി മാവേലിയുടെ പോലെയാ. വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഭൂമിക്ക് മുകളിലേക്ക് കയറുള്ളത്. ഇത് ബറോയിങ് ഫ്രോഗ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ്. അതായത് ഭൂമിക്ക് അടിയിൽ ജീവിക്കുന്നവരാണ്. മണ്ണിരകളതിനും മറ്റൊക്കെ ഭക്ഷിച്ചിട്ട് ഭൂമിക്ക് അടിയിലാണ് ജീവിക്കുക. ഇവര് വർഷത്തില് ഒരു പ്രാവശ്യം മാത്രമാണ് മുകളിലോട്ട് വരുള്ളൂ, മാവേലി വരുന്ന പോലെ. അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോകും. എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇണ ചേർന്ന് പ്രത്യുൽപാദനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവര് ഭൂമിയുടെ മുകളിലോട്ട് വരുന്നത്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തവളകൾ കുട്ടികളുണ്ടാകുമ്പോൾ അറിയാലോ, വാൽമാക്രികളാണ് ആദ്യം ഉണ്ടാവുക. വാൽമാക്രികളാണ് തവളയായിട്ട് രൂപം മാറ്റം പ്രാപിച്ചു വരിക. അപ്പൊ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് മുട്ടയിട്ട് വളരുന്നവരുടെ വാൽമാക്രികള് നനവുള്ള പാറപ്പുറത്ത് പറ്റിപ്പിടിച്ച് വളരുന്നവരാണ്. ഈ പാറപ്പുറത്ത് പറ്റിപ്പിടിച്ച് പറഞ്ഞാൽ നമ്മൾ കല്ലേമുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മീനൊക്കെ കേട്ടിട്ടില്ലേ, ഇത് പാറപ്പുറത്ത് പറ്റിപ്പിടിക്കുന്നത്. അങ്ങനെ ഒരു സക്കറൊക്കെ കേട്ടില്ലേ, നമ്മൾ ഫിഷ് ടാങ്കിൽ ഇടുന്ന സക്കർ. അപ്പൊ അതുപോലത്തെ ഒരു മൗത്ത് പാർട്സ് ഒക്കെ ഉള്ള ഒരു ടൈപ്പാണ് ഇതിന്റെ ടാഡ്പോൾസ്. പാറപ്പുറത്ത് പറ്റിപ്പിടിച്ച് പായലൊക്കെ പിടിച്ച് തിന്നിട്ടാണ് ഇവർ വളർന്ന് വലുതാവുന്നത്. അപ്പോൾ ഇവർക്ക് മുട്ടയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് മുട്ടയിടുമ്പോൾ എങ്ങനെ ഇടണം? ഈ ചെറിയ ചെറിയ പാറപ്പുറയിലുള്ള ചെറിയ കുഴികളിൽ വേണം മുട്ടയിടാനായിട്ട്. ആ മുട്ടയിടുന്ന സമയത്ത് വെള്ളത്തിന് ഒഴുക്ക് പാടില്ല. ഒഴുക്കുണ്ടെങ്കിൽ സംഭവിക്കും, മുട്ട നമ്മൾ ഒലിച്ചിട്ട് പാറയിൽ നിന്ന് വിട്ടുപോയി പുഴയിലും നദിയിലെത്തും. അപ്പോൾ ഈ കുട്ടികൾക്ക് വളരാനായിട്ടുള്ള പാറപ്പുറം, വഴുക്കലുള്ള പാറപ്പുറം ഉണ്ടായിരിക്കില്ല. അപ്പൊ നോൺ പെരിനിയൽ ആയിട്ടുള്ള, അതായത് മഴക്കാലത്ത് വറ്റിപ്പോകുന്ന നദികളില് വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാവുമല്ലോ, ഈ വെള്ളച്ചാട്ടങ്ങളുടെ അടുത്തുള്ള ചെറിയ ചെറിയ കുഴികളിലാണ് ഒരു മുട്ടയിടുന്നത്. അപ്പൊ മുട്ടയിടുന്ന സമയത്ത് എന്തുണ്ടാവാൻ പാടില്ല? വെള്ളത്തിന് ഒഴുക്കുണ്ടാവാൻ പാടില്ല. അപ്പൊ മഴക്കാലം വരുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ ഇന്റിമേഷൻ ആയിട്ട് ഒരു 2 ആഴ്ച മുന്നേ ഒരു മഴ പെയ്യല്ലോ, ആ മഴയത്ത് വേണം ഇവർക്ക് എന്ത് ചെയ്യാനായിട്ട്? മുട്ടയിടാനായിട്ട്. ഭയങ്കര ടൈമിംഗ് ഒക്കെ വേണം. അല്ലാണ്ട് ഏതെങ്കിലും തോന്നി നേരത്തെ വന്ന് മുട്ടയിട്ട് കഴിഞ്ഞാൽ ഇതാവില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യാണ്? ഈ പറയുന്ന മഴ വരുന്നത് ഇവർ പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് അറിയാം. കാലവർഷം ഇന്ന സമയത്ത് വന്നിട്ട് നമ്മുടെ ഇവിടെ ഹിറ്റ് ആവും. അപ്പോൾ അതിന് മുന്നേ കിട്ടുന്ന മഴയിൽ ഇവർ പുറത്തേക്ക് വരും. ഇവർ വന്ന് മെയ്റ്റ് ചെയ്തിട്ട് ഈ ചെറിയ ചെറിയ ഈ കുഴികളിൽ വെള്ളമായിട്ടുണ്ടായിരിക്കും. ആ വെള്ളമായിട്ടുള്ളതിൽ മുട്ടയിടും. മുട്ടയിട്ട് കഴിഞ്ഞിട്ട് ഈ മുട്ട വിരിയുന്ന സമയമാകുമ്പോഴേക്കും മഴക്കാലം വരും. മഴക്കാലം വന്ന് ഈ നദി ഒഴുകി തുടങ്ങും, അല്ലെങ്കിൽ ഈ പുഴകൾ ഒഴുകി തുടങ്ങും, തോടുകൾ ഒഴുകി തുടങ്ങും. ഈ തോടുകൾ ഒഴുകി തുടങ്ങുമ്പോൾ ഈ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള ഈ വാൽമാക്രികൾ നേരെ ഈ പാറപ്പുറത്തേക്ക് കയറും. പാറപ്പുറത്തുള്ള പായലുകളൊക്കെ തിന്ന് ഏകദേശം 100 ദിവസം കൊണ്ട് ഇവർ പ്രായപൂർത്തി എത്തിയിട്ട് ഇവർ തിരിച്ച് വീണ്ടും മണ്ണിനടിയിലേക്ക് പോകും. പിന്നെ അടുത്ത മഴക്കാലത്തിന് മുന്നായിട്ടാണ് ഇവർ വരിക. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ് സൈക്കിളുള്ള ഒരു സ്പീഷീസാണ്. ഈ കാലാവസ്ഥ വ്യതിയാനം ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് ഇവർ തന്നെയാണ്. ഈ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ് സൈക്കിൾ ഒരു സ്പീഷീസാണിത്. നമുക്ക് ഈ ഭാഗത്ത് ധാരാളമായിട്ട് ഇതിനെ കാണാനായിട്ട് പറ്റും. ഇത് അമ്മയും കുഞ്ഞല്ല കേട്ടോ. അമ്മ കുഞ്ഞിനെ എടുത്ത് നടക്കാമെന്നായിരിക്കും എല്ലാവരും വിചാരിക്കുക. ഇതൊരു മെയ്റ്റിംഗ് ഇതാണ്. ഇത് ഫീമെയിലും ഇത് മെയിലും ആണ്. മനസ്സിലായത്? മെയ്റ്റിംഗ് നടന്നിട്ട് മെയ്റ്റ് ചെയ്തിട്ട് ഇവര് മെയ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇവരുടെ മെയ്റ്റിംഗ് എക്സ്റ്റേണൽ ആണ്, അതായത് പുറത്ത് വെച്ചിട്ടാണ് നടക്കുക. അപ്പൊ ഇവര് ഈ രണ്ടുപേരും കൂടി ചുമന്ന് കൊണ്ടുപോയിട്ട് വെള്ളം എവിടെയാണോ കെട്ടിക്കിടക്കുന്നത് അവിടെ ചെന്നിട്ട് ഫീമെയിൽ എഗ് ലേ ചെയ്യുന്ന സമയത്താണ് അതിന്റെ ഫെർട്ടിലൈസേഷൻ നടക്കുക.